ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണകുമാർ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലെംബിട്രോളിനെ പറ്റിയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈ ക്ലെംബിട്രോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ക്ലെംബിട്രോൾ ഒരു ഗുഡ് സബ്ജക്റ്റ് കൂടെയാണ്. അപ്പോൾ ക്ലെംബിട്രോളിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോക്കകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. വീഡിയോ കണ്ട ആൾക്കാർ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനു മുമ്പ് വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാരല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുപോലുള്ള ഇഷ്ടംപോലെ കണ്ടൻസ് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, ഇനി ഇടുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം. ക്ലെംബിട്രോൾ ഒരു അനബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ് അല്ല. പിന്നെ എന്താണ് ക്ലെംബിട്രോൾ? ഇതിന് മുമ്പത്തെ വീഡിയോ സ്റ്റിറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം ക്ലെംബിട്രോൾ ഒരു അനബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ് അല്ലാന്ന്. പിന്നെ എന്താണ് ക്ലെംബിട്രോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലെംബിട്രോൾ ഒരു ബീറ്റ-2 അഗോണിസ്റ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. അതല്ലെങ്കിൽ പിന്നെ ഇതൊരു സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം സ്റ്റിമുലന്റിനെ പോലെ മിമിക് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ്. അതായത് നമ്മുടെ അഡ്രിനാലിനൊക്കെ ഇല്ലേ, ആ ഒരു സെയിം രീതിയിൽ തന്നെ ബോഡിയിൽ മിമിക് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് ഈ പറയുന്ന ക്ലെംബിട്രോൾ എന്ന് പറയുന്ന മെഡിസിൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രഗ്. ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ഫീൽഡിൽ വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ക്ലെംബിട്രോൾ. എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഈ വീഡിയോ സെർച്ച് ചെയ്ത് വന്നേക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്ന സംഭവമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്ത ആൾക്കാർക്കും അറിയാം എന്തിനാണ് ക്ലെംബിട്രോൾ യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഫാറ്റ് ലോസിന് വേണ്ടി. നല്ല രീതിയിൽ ഫാറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ഫോമിലുള്ള ഡ്രഗ് ആണ് ഈ പറയുന്ന ക്ലെംബിട്രോൾ. അതായത് ഫാറ്റ് ലോസിന്റെ എക്സ്ട്രീം ലെവലിലേക്ക്, ബോഡി ബിൽഡിങ്ങിൽ എക്സ്ട്രീം ലെവലിലേക്ക് ഫാറ്റ് ലോസ് വേണം. നിങ്ങൾക്കറിയാം, നമ്മുടെ ബോഡി നോർമലി ഒരു ഇപ്പോൾ ആണുങ്ങളുടെ ശരീരത്തിലാണെങ്കിൽ മിനിമം ഒരു 15% ഒക്കെ ഫാറ്റ് ബോഡി എപ്പോഴും ഹോൾഡ് ചെയ്ത് നിർത്തും. നമ്മുടെ ബോഡി അങ്ങനെയാണ്. പക്ഷെ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ 15% പറ്റില്ല. 10%, 5% ആ ലെവലിലേക്കൊക്കെ ഫാറ്റ് ലോസ് എത്തിക്കണം. വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. ബട്ട് സ്റ്റിൽ കോമ്പറ്റീഷനിൽ ദാറ്റ് ഡസന്റ് മാറ്റർ. നമുക്ക് ഹെൽത്ത് അല്ല കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ആരും നോക്കുന്നത്, അവർക്ക് മാക്സിമം റിസൾട്ടാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും യെസ് ഓഫ് കോഴ്സ് ദേ വിൽ യൂസ് ദിസ് കൈൻഡ് ഓഫ് കോമ്പൗണ്ട്സ്. ആ ഒരു കോമ്പൗണ്ടിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഈ പറയുന്ന ക്ലെംബിട്രോൾ. ക്ലെംബിട്രോളിൻ്റെ യൂസ് ഇതാണ്. ഫാറ്റ് ലോസ് ആണ് ക്ലെംബിട്രോളിനെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ബോഡിക്കകത്ത് ഫാറ്റ് ലോസ് നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇതൊരു എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിനൊക്കെ പോലുള്ള നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളെ മിമിക് ചെയ്യുന്നു. സോ ഈ സെയിം രീതിയിൽ നമ്മുടെ ബോഡിക്കകത്ത് ഇത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ബോഡി തെർമോജനിക്കലി ആക്ടിവേറ്റ് ആവും. തെർമോജനിക്കലി ആക്ടിവേറ്റ് ആകുമ്പോൾ നമ്മുടെ ഓർഗൻസും കാര്യങ്ങളും ഒക്കെ കൂടുതൽ വർക്ക് ചെയ്യും. തന്നെ അത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം ഇൻക്രീസ് ആവും. സോ ഫാറ്റ് ലോസ് ഇത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കും. അതാണ് ഒരു വേ. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. പിന്നെ വരുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ബ്രാങ്കിയോൾസിനെ എല്ലാം ഡയലേറ്റ് ചെയ്യും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡി കൂടുതൽ ഓക്സിജൻ ഇൻടേക്കും കാര്യങ്ങളൊക്കെ വരും. ഓക്സിജൻ ഇൻടേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യും. അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് കൂടുതൽ ഓക്സിജൻ പമ്പിങ് വരും, ബ്ലഡ് സർക്കുലേഷൻ കൂടും, പ്രഷർ കൂടും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും. ഇതും നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം ഫാസ്റ്റ് ആക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇതേപോലുള്ള നമ്മുടെ ശ്വാസകോശം റിലേറ്റഡ് ആയിട്ടുള്ള ചില ഡ്രഗ്സ് ഫാറ്റ് ലോസിനെ ഇങ്ങനത്തെ ഒരു രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എഫക്റ്റ് ചെയ്യും. സോ അങ്ങനെ തന്നെയാണ് ക്ലെൻബിട്രോളും വർക്ക് ചെയ്യുന്നത്. ക്ലെൻ എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്, ഞാൻ അത് പറഞ്ഞില്ല. അപ്പോൾ ക്ലെന്ന് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്കകത്ത്. അപ്പോൾ ഇത് രണ്ടുമാണ് ക്ലെന്നിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇത്. പിന്നെ അനബോളിക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം പണ്ട് ഈ സാധനത്തിന് നമ്മൾ അമേരിക്കയിലൊക്കെ ഈ സംഭവം മൃഗങ്ങളിൽ കുത്തിവെക്കും, കാറ്റിൽസിൽ. വേറൊന്നുമല്ല, അവർക്ക് മസിൽ ഗെയിൻ ചെയ്യാൻ വേണ്ടി ഇത് കുറച്ച് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പണ്ട് ഇതിനെ യൂസ് ചെയ്തിരുന്നു. ദെൻ പിന്നെ അത് ഈ പറയുന്ന കാറ്റിൽസിൻ്റെ മീറ്റ് കൺസ്യൂം ചെയ്താൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെ പല ഇതൊക്കെ വന്നുകൊണ്ട് ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തു. കാറ്റിൽസിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് മെഡിക്കൽ യൂസ് വരുന്നത് കുതിരകളിലൊക്കെ ശ്വാസകോശ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ കുതിരകളിൽ ഈ സാധനം യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹ്യൂമൻസിലും സെയിം പർപ്പസ് തന്നെയാണ്. ആസ്മ പോലുള്ള റെസ്പിറേറ്ററി ഇഷ്യൂസ് വരുമ്പോൾ ഈ പറയുന്ന പോലെ ബ്രാക്കിയോൾസ് ഡയലേറ്റ് ചെയ്യുക. ദെൻ ശ്വാസകോശ സംബന്ധമായ പല അസുഖങ്ങൾക്കും ഈ സാധനം യൂസ്ഫുൾ ആണെന്ന് ക്ലിനിക്കലി യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾസിലേക്ക് നോക്കുമ്പോൾ. ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ BMR ഇൻക്രീസ് ചെയ്യാൻ, ഫാറ്റ് മെറ്റബോളിസം ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഫാറ്റ് ലോസ് ഭയങ്കര ഫാസ്റ്റ് ആവും.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ലെവലിലേക്ക് വരുമ്പോൾ. ബോഡി ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ഫാറ്റ് ലോസ്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഫാറ്റ് ലോസ് ഓഫ് കോഴ്സ് നടക്കും, പക്ഷേ ബോഡി ബിൽഡിങ് ചെയ്യാത്ത ആൾക്കാർ ഇത് ഫാറ്റ് ലോസിന് വേണ്ടി യൂസ് ചെയ്യും. അതായത് ജസ്റ്റ് ഫാറ്റ് ലോസ് ചെയ്യുക എന്നുള്ള ഒറ്റ പർപ്പസ്, ഫിറ്റ്നസ് ലെവലിൽ നിങ്ങൾ ജിമ്മിലേക്ക് വരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു 100 കിലോ വെയിറ്റ് ഉണ്ട്, ആ 100 കിലോ നിങ്ങൾക്ക് 80 കിലോ ആക്കണം, 20 കിലോ റെഡ്യൂസ് ചെയ്യണം. എന്താണ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരു വഴി? ഇതുപോലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യണോ അതോ ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കണോ? ഇതുപോലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫാറ്റ് ലോസ് ചെയ്യാമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ അറ്റർ ബുൾഷിറ്റ്. അങ്ങനെ പറ്റില്ല. കാരണം ബോഡി ബിൽഡിംഗ് ആണെങ്കിലും അല്ലെങ്കിലും വാട്ട് എവർ, നിങ്ങൾ ഡയറ്റ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് വരുള്ളൂ. അതല്ലാതെ ഇതുപോലുള്ള ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന വിചാരിച്ച് മാത്രം നിങ്ങൾക്ക് ഫാറ്റ് ലോസ് വരത്തില്ല. ഡയറ്റ് കറക്റ്റ് ആയിട്ട്, ഇപ്പോൾ കലോറി ഡെഫിസിറ്റോ അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ ഫാറ്റ് ഡയറ്റോ വാട്ട് എവർ, ഇങ്ങനെ ഡയറ്റ് ഫാറ്റ് ലോസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ലെവലിലാണ്. ദെൻ അതിൻ്റെ ഒപ്പം ഇതുപോലുള്ള കോമ്പൗണ്ട്സ് ആഡ് ചെയ്യുമ്പോൾ ബോഡി ബിൽഡേഴ്സിന് ഫാറ്റ് ലോസ് വരും. അവരത് എക്സ്ട്രീം ലെവലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവർക്ക് അത്രയും എക്സ്ട്രീം റിസൾട്ട് എത്തിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ നിങ്ങൾ സാധാരണ ഒരാളാണ്, നിങ്ങൾ ഫിറ്റ്നസിന് വേണ്ടി ജിമ്മിൽ വന്നാണ്, വെയിറ്റ് ലോസ് ആണ് നിങ്ങളുടെ എയിം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചാടിപ്പിടിച്ച് ഇതുപോലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിനേഴ്സ് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി ബാഡ്. ബിക്കോസ് ഫിറ്റ്നസ് എന്നുള്ള ലെവലിൽ നമ്മൾ ബോഡി ബിൽഡിങ്ങിന്റെ നേരത്തെ പറഞ്ഞു, അവിടെ ഫിറ്റ്നസ് ഹെൽത്ത് ഒന്നും ഒരു മാറ്റർ അല്ല. ദേ ജസ്റ്റ് നീഡ് പ്രോപ്പർ അല്ലെങ്കിൽ എക്സ്ട്രീം റിസൾട്ട്. അതാണ് അവർക്ക് വേണ്ടത്. അവിടെ ഫിറ്റ്നസ് നോക്കാനാണെങ്കിൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഹെൽത്ത് നോക്കിക്കൊണ്ട് ബോഡി ബിൽഡിംഗ് പോസിബിൾ അല്ല, ഒരു പരിധി വരെ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഫിറ്റ്നസ് ലെവലിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം ഈ പറയുന്ന BP പോലുള്ള ഇഷ്യൂസ് ഒക്കെ ഒരു ഒബീസ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റുന്ന വരില്ല. ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഓർഗൻ ഹെൽത്തിന് ഭയങ്കര ഡാമേജ് വരാം, കിഡ്നി ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്, ലിവർ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്, ഇഷ്ടം പോലെ സൈഡ് എഫക്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റിൽ നിങ്ങളിത് യൂസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ സംഭവമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഒരിക്കലും ഇതൊരു സേഫ് ആയിട്ടുള്ള കോമ്പൗണ്ട് അല്ല. എസ്പെഷ്യലി ഇതിന്റെ ഡോസേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഡെത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് 99% വന്നിരിക്കുന്ന സ്റ്റിറോയിഡ് യൂസ് കൊണ്ടല്ല, ഇതുപോലുള്ള PEDസിന്റെ അബ്യൂസ് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള ഡെത്ത് ലെവലിലേക്ക് എത്താവുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ആൾക്കാരിലേക്ക് വരുന്നത്. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ സൂക്ഷിക്കുക. ഇതുപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ഇതിന്റെ MG, നിങ്ങളുടെ ബോഡി വെയിറ്റും നിങ്ങളുടെ നിലവിലുള്ള ഫാറ്റ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതൊക്കെ നോക്കി കറക്റ്റായിട്ട് കണക്കാക്കി വേണം ഇതിന്റെ MG തീരുമാനിക്കാൻ. അതായത് എത്ര MG വെച്ച് ഒരു ദിവസം കഴിക്കണം, എത്ര സമയം കഴിക്കണം, എത്ര നാളത്തേക്ക് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ട ഇതാണ്. ദെൻ അതിൻ്റെ ഒപ്പം നല്ല രീതിയിൽ തന്നെ ഡയറ്റ് കൂടെ ഫോക്കസ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ഫാറ്റ് മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ മാത്രം ദെൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരാനുള്ള ഹെൽത്ത് റിസ്കുകളും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഫിറ്റ്നസ് ലെവലിലാണെങ്കിൽ ഞാൻ ഈ സാധനം ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ബോഡി ബിൽഡിംഗ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്. ഫിറ്റ്നസ് ലെവലിലാണ് നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലൈഫ് ടൈം കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യാതിരിക്കുക, സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യാതിരിക്കുക, ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഫിറ്റ്നസ് ലെവലിലാണെങ്കിൽ നിങ്ങൾ ഡയറ്റ് നോക്കുക, വർക്കൗട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക, റെസ്റ്റ്, ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ ഫിക്സ് ചെയ്യുക, നിങ്ങൾക്ക് റിസൾട്ട് വരും. അത് 99% ഗ്യാരണ്ടി ആണ്, നിങ്ങൾക്ക് റിസൾട്ട് വരും. പിന്നെ എന്തിനാണ് ഇതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്? വേറെ എക്സ്ട്രാ ഹെൽത്ത് ഇഷ്യൂസ് ആവശ്യമില്ലാണ്ട് വാങ്ങിച്ചു വെക്കുന്നത് എന്തിനാ? ഭയങ്കര മണ്ടത്തരമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് വർക്കിംഗ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല. ബിക്കോസ് അത് വെറുതെ ചുമ്മാ പറഞ്ഞ സമയം കളയാന്നുള്ളൂ. സംഭവം ഇതൊക്കെയാണ്. ദെൻ ഇതിന്റെ ഡെയിലി കൺസപ്ഷൻ നോർമലി 10 mg to 30 mg ഒക്കെ വരെയാണ് വരാറുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഡിപ്പെൻസ് ആണ്. പിന്നെ നോർമലി ഹോസ്പിറ്റൽ യൂസിലൊക്കെ ഉപയോഗിക്കുന്ന ഡോസേജിന്റെ ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടിയൊക്കെയാണ് ഈ പറയുന്ന നോർമൽ ബോഡി ബിൽഡിംഗ് ലെവലിൽ യൂസ് ചെയ്യുന്നതിന്റെ മിനിമം ഡോസേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കുക എത്രത്തോളം ഹെവി ആയിട്ടാണ് നിങ്ങൾ ബോഡിക്ക് സ്ട്രെയിൻ കൊടുക്കാൻ പോണേ എന്നുള്ളത്. ദെൻ ഈവൻ ബോഡി ബിൽഡേഴ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. ബോഡി ബിൽഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ശരിയായ രീതിയിലുള്ള ഒരു കോച്ചിന്റെ അണ്ടറിൽ മാത്രം നിങ്ങളിത് ട്രെയിൻ യൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഇൻഫെർട്ടിലിറ്റി അതൊന്നുമല്ല, വേറെ രീതിയിലുള്ള ഹെർട്ട് കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ബി കെയർഫുൾ. ഇങ്ങനത്തെ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അറിയാവുന്ന ഒരാളുടെ അണ്ടറിൽ മാത്രം നിങ്ങൾ ട്രെയിൻ ചെയ്യുക. ദെൻ ഫിറ്റ്നസ് ലെവലിലാണെങ്കിൽ നിങ്ങൾ ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക.
ദെൻ ഇനി ഇത് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വീഡിയോയിലുള്ളതല്ലാണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ